അല്ലാഹു തആല നമുക്ക് നൽകി. ആ നിഅമത്തുകളെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല രീതിയിൽ നാം ചെലവഴിക്കണം. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. അല്ലാഹു തആല നമുക്ക് നൽകിയ സമ്പത്ത് നാം ചെലവഴിക്കണം. നല്ല രീതിയിൽ നല്ല മാർഗത്തിൽ ചെലവഴിക്കണം. ചെലവഴിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകും. പ്രസിദ്ധമായ ഹദീസിൽ ദീർഘമായ ചരിത്രം കാണാം. عن أبي هريرة رضي الله عنه أنه سمع النبي صلى الله عليه وسلم يقول. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇന്ന സലാസൻ മിൻ ബനി ഇസ്രായീല അബ്റസ വഅഖറഅ വഅമ ഫഅറാ അല്ലാഹു അൻ യബ്തലീഹിം. ബനു ഇസ്രായേൽ വിഭാഗത്തിൽ 3 പേരുണ്ടായിരുന്നു. ഒരാൾ വെള്ളപ്പാണ്ട് രോഗിയും, മറ്റൊരാൾ കഷണ്ടിക്കാരനും, മറ്റൊരാൾ അന്ധനുമായിരുന്നു. അങ്ങനെ അവരെ അല്ലാഹു തആല പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. അവരിലേക്ക് അല്ലാഹു തആല ഒരു മലക്കിനെ അയച്ചു. മലക്ക് ആദ്യം വെള്ളപ്പാണ്ട് രോഗിയെ അടുത്ത് ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? വെള്ളപ്പാണ്ട് രോഗി പറഞ്ഞു, നല്ല നിറവും നല്ല തൊലിയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ മലക്ക് അദ്ദേഹത്തെ തടവി. എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒട്ടകമാണ്. അങ്ങനെ ആ വെള്ളപ്പാണ്ടൊഴുക്കി പ്രസവിക്കാറായ ഒരു ഒട്ടകത്തെ നൽകി. ബാറക്കല്ലാഹു ലക ഫീഹ എന്ന് ആ മലക്ക് വെള്ളപ്പാണ്ടൊഴുക്ക് വേണ്ടി ദുആ ചെയ്തു. രണ്ടാമനായ കഷണ്ടിക്കാരനിലേക്ക് ആ മലക്ക് ചെന്നു. അതേ പ്രകാരം ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? കഷണ്ടിക്കാരൻ മറുപടി പറഞ്ഞു, ഷഅറുൻ ഹസനുൻ, നല്ല മുടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ മലക്ക് അദ്ദേഹത്തെ തടവി, അദ്ദേഹത്തിന് നല്ല മുടി നൽകി. മലക്ക് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ്? കഷണ്ടിക്കാരൻ പറഞ്ഞു, പശുവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ അദ്ദേഹത്തിന് നല്ല പ്രസവിക്കാറായ ഒരു പശുവിനെ നൽകി. ബാറക്കല്ലാഹു ലക ഫീഹ, നിനക്ക് അല്ലാഹു തആല ഇതിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മലക്ക് കഷണ്ടിക്കാരന് ദുആ ചെയ്തു. മൂന്നാമനായ അന്ധനായ വ്യക്തിയിലേക്ക് മലക്ക് ചെന്നു. അന്ധനോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണ്? അന്ധൻ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും ജനങ്ങളെയും കാണാൻ കഴിയുന്ന എന്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു കിട്ടലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മലക്ക് അന്ധനെയും തടവി. അങ്ങനെ അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. മലക്ക് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ്? അന്ധൻ പറഞ്ഞു,
ആടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ആ അന്ധന് പ്രസവിക്കാറായ ഒരു ആടിനെ നൽകി. അങ്ങനെ ഈ മൂന്ന് പേർക്കും മലക്ക് നൽകിയ ആടും ഒട്ടകവും പശുവും പ്രസവിച്ച് അവരുടെ മലഞ്ചെരിവ് മുഴുവൻ ആ ജീവികൾ കൊണ്ട് നിറഞ്ഞു. കുറെ കാലം കഴിഞ്ഞ് മലക്ക് പഴയ രൂപത്തിൽ തന്നെ വന്നു. പഴയ രൂപത്തിൽ വെള്ളപ്പാണ്ട് രോഗിയെടുത്തു ചെന്നു. എന്നിട്ട് മലക്ക് പറഞ്ഞു, റജുലുൻ മിസ്കീൻ ഖദ് ഇൻഖതഅത് ബിൽ ജിബാൽ. ഞാനൊരു പാവപ്പെട്ട വ്യക്തിയാണ്, എന്റെ യാത്ര വളരെ ബുദ്ധിമുട്ടിലാണ്. വെള്ളപ്പാണ്ട് രോഗിയായിരുന്ന നിങ്ങൾക്ക് ഇത്രയേറെ നല്ല രീതിയിൽ സമ്പത്ത് നൽകിയ അള്ളാഹുവിനെ മുന്നിട്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ ആ വെള്ളപ്പാണ്ട് രോഗി പറഞ്ഞു, അൽ ഹുഖൂഖ് കസീറ, എനിക്കൊരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് കടമകളുണ്ട്. എനിക്ക് ലഭിച്ച ഈ സമ്പത്തെല്ലാം പാരമ്പര്യമായി എനിക്ക് ലഭിച്ചവയാണ്. അങ്ങനെ മലക്ക് ഇത് കേട്ട മലക്ക് പറഞ്ഞു, ഇൻ കുന്ത കാദിബൻ ഫസയ്യറകല്ലാഹു അലാ മാ കുന്ത്. നീ കളവ് പറയുന്നവരാണെങ്കിൽ നീ ഏത് രൂപത്തിലാണ് ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ തന്നെ നിന്നെ ആക്കുമാറാകട്ടെ എന്ന് ആ മലക്ക് പ്രതികൂലമായി ദുആ ചെയ്തു. അങ്ങനെ രണ്ടാമതായി കഷണ്ടിക്കാരന്റെ അടുത്തേക്ക് മലക്ക് ചെന്നു. ഇതേപോലെ കഷണ്ടിക്കാരനോടും പറഞ്ഞു, ഞാനൊരു യാത്രക്കാരനാണ്, എന്നെ നിങ്ങൾ സഹായിക്കണം, എന്റെ യാത്ര വളരെ ബുദ്ധിമുട്ടിലാണ്, എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് മലക്ക് കഷണ്ടിക്കാരനോട് പറഞ്ഞു. വെള്ളപ്പാണ്ട് രോഗി പറഞ്ഞതുപോലെ തന്നെ കഷണ്ടിക്കാരനും പറഞ്ഞു, ഒരുപാട് കടമകൾ എനിക്കുണ്ട്, ഈ ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം, എനിക്ക് ലഭിച്ച ഈ പശുക്കളെല്ലാം പാരമ്പര്യമായി എനിക്ക് കിട്ടിയതാണെന്ന്. ആ വ്യക്തിയോടും മലക്ക്, ഇൻ കുന്ത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുന്ത്, നീ കളവ് പറയുന്നവനാണെങ്കിൽ നിന്റെ പഴയ രൂപത്തിലേക്ക് തന്നെ അള്ളാഹു നിന്നെ ആക്കട്ടെ എന്ന് പ്രതികൂലമായി ദുആ ചെയ്തു. അവിടെ നിന്ന് മൂന്നാമത്തെ വ്യക്തിയായ അന്ധനായ വ്യക്തിയുടെ അടുത്തേക്ക് മലക്ക് ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, റജുലുൻ മിസ്കീൻ, ഞാൻ പാവപ്പെട്ട വഴിയാത്രക്കാരനാണ്, എന്റെ യാത്ര വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്, എന്നെ നിങ്ങൾ സഹായിക്കണം. ആ അന്ധൻ മലക്കിനോട് പറഞ്ഞു, എനിക്ക് ഈ കാണുന്നതെല്ലാം എന്റെ അനുഗ്രഹം, എന്റെ എല്ലാ സമ്പാദ്യങ്ങളും അല്ലാഹു തആല നൽകിയ നിഅമത്താണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കിക്കോളൂ. ഇത് കേട്ട് മലക്ക് പറഞ്ഞു, അംസിക് മാലക്, നിങ്ങളുടെ മുതലിനെയെല്ലാം നിങ്ങൾ തന്നെ വെച്ചോളൂ,
فإنه ابتليتم فقد رضي عنك وسخط على صاحبك. നിങ്ങളെ അല്ലാഹു തആല പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ പരീക്ഷിക്കുകയാണ് ചെയ്തത്. നിങ്ങളെ അല്ലാഹു തആല പൊരുത്തപ്പെട്ടിരിക്കുന്നു, മറ്റുള്ള രണ്ട് വ്യക്തികളോടും അല്ലാഹു തആല അവന്റെ കോപത്തിന് കാരണമായിരിക്കുന്നു. മറ്റുള്ള വ്യക്തികളോട് അല്ലാഹു തആല കോപിച്ചിരിക്കുന്നു. ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അല്ലാഹു തആല നൽകിയതാണ് എല്ലാ നിഅമത്തുകളും. നാം കാണുന്ന എല്ലാ സംഭവങ്ങളും, നമുക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങളും ഏത് വിധേനയാണെങ്കിലും എല്ലാം അല്ലാഹുവിന്റെ നിഅമത്തുകളാണ്. നാം കാണുന്നതൊന്നും നമ്മുടെ അധ്വാന ഫലമായി ഉണ്ടായതല്ല. നമ്മുടെ അധ്വാനം അതിനൊരു കാരണം മാത്രമാണ്. എല്ലാം അല്ലാഹുവിന്റെ കരുണ കൊണ്ട് നമുക്ക് ലഭിച്ച നിഅമത്തുകളാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിഅമത്തിൽ തൃപ്തിപ്പെട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നല്ല രീതിയിൽ നമ്മുടെ സമ്പത്തും സമ്പാദ്യവും നമ്മുടെ എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളോട് ദുആ ചെയ്തവർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ എല്ലാവരെയും പരിശുദ്ധമായ ഖുർആനിന്റെയും പുണ്യമായ റമദാനിന്റെയും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. دعاء കൂടി വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.